കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾക്കറിയാം വിദേശത്തുള്ള എല്ലാ കള്ളപ്പണവും തിരികെ കൊണ്ടുവരും. ഇന്ത്യക്ക് കിട്ടാനുള്ള കോടിക്കണക്കിന് രൂപയുടെ കണക്ക് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പരസ്യമായി പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞത്? ആ വിദേശ കള്ളപ്പണം ഞങ്ങൾ അധികാരത്തിൽ കയറി തിരിച്ചു കൊണ്ടുവരും, ഓരോ വ്യക്തിക്കും 15 ലക്ഷം രൂപ കൊടുക്കാനുള്ളതാണ്. ഉടനെ ജൻധൻ അക്കൗണ്ട് എടുക്കാൻ പറഞ്ഞു എല്ലാവരോടും. എടുത്ത അക്കൗണ്ടിൽ എന്തിനാന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യം സബ്സിഡിയൊക്കെ വരുന്ന പറഞ്ഞു. ആ ജൻധൻ അക്കൗണ്ട് എടുത്ത പാവപ്പെട്ടവരുടെ സ്ഥിതി നിങ്ങളൊന്ന് ആലോചിക്കണം. എന്താണെന്നറിയോ? അവരെ അക്കൗണ്ടിൽ പൈസ ഇല്ലാത്തതുകൊണ്ട്, നെഗറ്റീവ് ബാലൻസ് ഉള്ളതുകൊണ്ട്, മൈനസ് ബാലൻസ് ഉള്ളതുകൊണ്ട് പ്രത്യേകമായ ഹിഡൻ അജണ്ട വെച്ച് ബാങ്കുകൾ പ്രത്യേകമായ ഫീസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുക, പിഴ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ 15 ലക്ഷം രൂപ ഓരോരുത്തരുടെ അക്കൗണ്ടിൽ ഇടുന്നു പറഞ്ഞ ഗവൺമെൻറ്റാണ്. BJPയുടെ നേതൃത്വത്തിൽ ഭരണം തീരാൻ പോവുക. ഇനി 3 ആഴ്ചയുള്ളൂ. എപ്പോഴാണ് അക്കൗണ്ട് പൈസ വരെ അറിയില്ല. അപ്പോൾ ആ ഒരു സ്ഥിതി. പെട്രോളിന് 50 രൂപ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനം. അതുപോലെ തന്നെ ഗ്യാസിൻ്റെ സബ്സിഡി 1 രൂപ പോലും ഇല്ല. 2 വർഷമായിട്ട് ഒറ്റ രൂപയില്ല. പാവപ്പെട്ടവനും പൈസ ഉള്ളവനും ഒക്കെ ഒരേ വിലയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് രാജ്യത്തെ ജനങ്ങളെ പറ്റിക്കുകയാണ്. അപ്പോൾ ഈ അരി പറ്റിപ്പ് പാലക്കാട് നടക്കില്ല. കാരണം കേരളത്തിൻ്റെ നെല്ലറയാണ് പാലക്കാട്. ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്. ആ ഉൽപ്പാദിപ്പിച്ച നെല്ല്, കഠിനാധ്വാനത്തോടുകൂടി ഉൽപ്പാദിപ്പിച്ച നെല്ല് ഏറ്റെടുത്ത് കൊണ്ടുപോയ യജമാനന്മാരാണ് ഇവർ. ഇപ്പോൾ ആ അരി വേറെ പാക്കറ്റിലാക്കി ഇവിടെ 29 റുപ്യക്ക് വിൽക്കുക. ആര്? ഈ പാവപ്പെട്ട കർഷകൻ്റെ മുമ്പിലാണ്. അവരിൽ നിന്നും വാങ്ങിയ അരി തിരിച്ച് മറിച്ച് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു നിലവാരമില്ലാത്ത കച്ചവടക്കാരെ പോലെ അധപ്പതിച്ചിരിക്കുക BJP. ഇങ്ങനെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഒരു കാര്യം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുക. ജനപ്രതിനിധിയായി ഞങ്ങൾ അറിയണ്ടേ? ഞങ്ങൾക്ക് ഒരു നോട്ടീസ് തരണ്ടേ? അല്ലെ ഒരു ഇൻഫർമേഷൻ തരണ്ടേ? അല്ലെങ്കിൽ എല്ലാറ്റിനും മൻ കി ബാത്തിലൂടെ പ്രഭാഷണം നടത്തുന്ന പ്രധാനമന്ത്രി എന്താ ഞങ്ങളെ ഒന്ന് അറിയിക്കായിരുന്നു? ഇതിൻ്റെ സിവിൽ സപ്ലൈസ് വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റ്, കൺസ്യൂമർ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയോ ഒരാളൊന്നും വേണ്ടിയിട്ടില്ല. പത്രത്തിൽ വായിക്കുക ഞങ്ങൾ. കൺസ്യൂമർ ഫെഡറേഷൻ്റെ അരി BJP സംസ്ഥാന സെക്രട്ടറി വലിയൊരു വിരോധാഭാസമാണ്. ഇതെല്ലാം തിരിച്ചറിയുന്ന ജനങ്ങൾ, അത് UP ബീഹാറൊന്നുമല്ല. അപ്പം അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാമെന്നുള്ള ധാരണ BJP വെച്ചു പുലർത്തി മുന്നോട്ട് പോകണ്ട. ഇതൊരു മുന്നറിയിപ്പാണ്. ഇതിനെതിരായിട്ട് ഈ നിയമവിരുദ്ധമായ നടപടിയെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യും. ഇതിനെതിരായി പരാതി കൊടുക്കേണ്ട രീതിയിൽ തന്നെ ഔദ്യോഗികമായിട്ട് പരാതി നൽകുന്നു കൂടി അറിയിക്കുക.